സർക്കാരുകൾക്ക് മാത്രമല്ല, ഈ AI സർവീസസ് നമുക്ക് തരുന്ന കമ്പനികൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ്സും നിയമങ്ങളും ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻസ്, അതുപോലെ വ്യക്തികൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, ഇങ്ങനെ പല ആൾക്കാർക്ക് ഇതിനകത്ത് ഡാറ്റ പ്രൈവസിയും പ്രൊട്ടക്ഷനും ഒക്കെ ഉറപ്പുവരുത്താനായിട്ട് ശക്തമായ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഉള്ളത് കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സർക്കാർ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇങ്ങനെ ചാടിപ്പുറപ്പെടുന്ന കമ്പനികളൊക്കെ ആദ്യമേ തന്നെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കതിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവർ ഉറപ്പാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരു കമ്പനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഡേറ്റ സെർവറുകൾ ഇന്ത്യയിൽ വേണമെന്നൊക്കെ ഉള്ള നിയമങ്ങൾ നമുക്കുണ്ട്. അതിനെ മോണിറ്റർ ചെയ്യാനായിട്ട് അത് ഗവൺമെന്റ് സർവൈലൻസ് എന്നുള്ള ആംഗിൾ എന്ന് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇത് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് അറിയാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സൈബർ സുരക്ഷാ ചട്ടക്കൂടുകൾ വളരെ ശക്തമാക്കിയിട്ട് ഇതിലേക്കുള്ള നെറ്റ്വർക്ക് ട്രാഫിക്കും ഇവയുടെ സിസ്റ്റം ലോഗുകളൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രൈവസി വയലേഷൻസും സെക്യൂരിറ്റി ത്രെറ്റുകളും ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാം. പിന്നെ മറ്റൊന്ന്, ഗവൺമെന്റ് ഇവരുമായിട്ട് ഇടപെടുമ്പോഴത്തേക്കും കോൺട്രാക്റ്റുകളും തീർച്ചയായിട്ടും ഓർഡറുകളൊക്കെ പോകുമ്പോൾ സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്നും പിന്നെ ഇങ്ങനത്തെ ത്രെറ്റുകളും ഭീഷണികളും ഒക്കെ കൃത്യസമയത്ത് കൈമാറാനായിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഗവൺമെന്റുമായിട്ട് സഹകരിച്ച് തന്നെ കൃത്യമായി ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഉറപ്പാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ ത്രെറ്റുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക, അത് വേണ്ട നടപടികൾ പെട്ടെന്ന് ചെയ്യുക, ഇതിനുള്ള പ്രോട്ടോകോളുകൾ ഏർപ്പെടുത്തുക. ഇനി ഇതെല്ലാം നേരിടാനായിട്ട് ജീവനക്കാർക്കും മറ്റുള്ളവർക്കും പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, സൈബർ ത്രെറ്റുകൾ വഴി പണം പോകുന്നതും പ്രൈവസി വെച്ചിട്ട് ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് AI ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലാതെ തന്നെ ടെലിഫോൺ വഴിയും ഇന്റർനെറ്റ് വഴിയൊക്കെ ധാരാളം പേര് അതിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഗവൺമെന്റ് മെഷീനറിയും സൊസൈറ്റിയും ഒക്കെ അതിനോട് റെസ്പോണ്ട് ചെയ്ത് വരുന്ന സമയത്ത് ഒത്തിരി പേര് കബളിപ്പിക്കപ്പെടും. അപ്പൊ അത് ഉണ്ടാവാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നിയമങ്ങളും ഡാറ്റ പ്രൊട്ടക്ഷൻ മെക്കാനിസംസും ഒക്കെ തീർച്ചയായിട്ടും അവിടെ വേണം. അപ്പൊ അതില് നമുക്ക് ഇന്ത്യയിലുള്ളത് എനിക്ക് തോന്നുന്നത് IT ആക്ട് 2000 മറ്റാണ്. അതില് ഡാറ്റ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പോലും യൂറോപ്പിലെയും ഞാൻ നേരത്തെ പറഞ്ഞ കാലിഫോർണിയയിലെ നിയമങ്ങളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയ ശക്തമായ നിയമമൊന്നുമല്ല. ഒരു പുതിയ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് തീർച്ചയായും ഇങ്ങനത്തെ കാര്യങ്ങൾ AI-യും അതുപോലെയുള്ള ഇപ്പൊ ഡീഫേക്കും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലുള്ള ഡാറ്റ ലോഗിങ്ങും സർവർ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ മുഴുവൻ പോകുന്ന ഇന്ത്യയിലല്ലല്ലോ, ചൈനയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ ഇരിക്കുന്ന ഡാറ്റ സെന്ററുകളിലേക്കായിരിക്കും പോവുക. നമുക്ക് അതിന് വേണ്ട വലിയ ഡാറ്റാ സെന്ററുകളൊന്നും ഇന്ത്യയിൽ ഇല്ലതാണ്. അപ്പൊ അത് പോകുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് അതിനകത്തൊരു കൺട്രോൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എനിക്ക് ഇതുമായിട്ട് ചേർത്ത് പറയാനുള്ളത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള സർവീസ് പ്രൊവൈഡർ ഇന്ത്യയിൽ വരാനായിട്ട് കുറെ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് പക്ഷേ ഇതുവരെ ഫ്രീ ലൈസൻസ് കൊടുത്തില്ല. പകരം ഇപ്പൊ ഗവൺമെന്റ് അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ഇന്ത്യൻ കമ്പനികളുമായിട്ട് ചേർന്നിട്ട് സർവീസ് കൊടുത്തോ എന്നുള്ള ഒരു ലൈനിലേക്ക് വന്നു. അപ്പൊ അവര് എഗ്രിമെന്റ് എയർടെല്ലും ജിയോ ഒക്കെ ആയിട്ട് സൈൻ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുവഴി ഉറപ്പുവരുത്തുന്നത് ഏതായാലും നമുക്ക് അതിന് പകരം വെക്കാൻ നിലവിലൊരു ഓൾട്ടർനേറ്റീവ് മാർഗ്ഗമില്ല. ഇസ്രോയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റോ അങ്ങനത്തെ ഒരു സാറ്റലൈറ്റ് സിസ്റ്റം ലോഞ്ച് ചെയ്തിട്ടില്ല. ഭാവിയിൽ ഉണ്ടായേക്കാം, പക്ഷെ ഇങ്ങനത്തെ ഒരു സാങ്കേതിക വിദ്യ വരുമ്പോൾ നമുക്ക് അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ സുരക്ഷയും നമ്മുടെ പ്രൈവസിയും ഒക്കെ അവർ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അങ്ങനത്തെയുള്ള നെഗോഷിയേഷൻസ് AI-യുടെ കാര്യത്തിലും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.